ലഹരി ഇടപാടുകളിലെ പ്രധാന പ്രതി പോലീസിന്റെ പിടിയിലായി. ബാലുശ്ശേരി സ്വദേശിയായ കാവ്യയാണ് പോലീസിന്റെ പിടിയിലായത്. വടകര എസ്.പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കാവ്യയെ പിടികൂടിയത്. ഇടപാടുകാരെ നേരിട്ട് കാണാതെ തന്നെ അക്കൗണ്ട് വഴി ലക്ഷങ്ങളുടെ MDMA ഇടപാട് നടത്തിയിരിക്കുകയായിരുന്നു കാവ്യ. പേരാമ്പ്ര സ്വദേശിനി കീർത്തനയെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പോലീസ് പിടികൂടിയത്. ഇതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് കാവ്യയെ കൂടി പിടികൂടിയിരിക്കുന്നത്. കാവ്യയുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചായിരുന്നു ഇത്തരത്തിലുള്ള ഇടപാടുകളെല്ലാം തന്നെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കാവ്യയിലേക്ക് പെട്ടെന്ന് എത്താൻ ആർക്കും സാധിച്ചിരുന്നില്ല. പക്ഷേ കീർത്തനയെ പിടികൂടിയതിലൂടെ കാവ്യയെ ചുറ്റിപ്പറ്റി നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയായിരുന്നു. അങ്ങനെയാണ് പോലീസ് കാവ്യയെ പിടികൂടിയത്. ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായത്. അതേസമയം കീർത്തനയും ഇപ്പോൾ പിടിയിലായ കാവ്യയും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. വളരെ ആസൂത്രിതമായ രീതിയിലായിരുന്നു ഇരുവരുടെയും ലഹരി ഇടപാടുകൾ. ലഹരി മരുന്ന് ആവശ്യമുള്ളവർ കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ചിരുന്നു. പണം അക്കൗണ്ടിൽ എത്തിയെന്ന് ഉറപ്പുവരുത്തിയാൽ ഇവർ ആവശ്യക്കാർക്ക് അത് നൽകുകയായിരുന്നു. അതും മറ്റൊരു വ്യക്തിയാണ് ഈ ലൊക്കേഷനിലേക്ക് ഈ MDMAയുമായി എത്തുന്നത്. അങ്ങനെയാണ് കൈമാറ്റം നടക്കുന്നത്. അറസ്റ്റിലായ കാവ്യയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. അതേസമയം ദിവസങ്ങൾക്ക് മുൻപേ ആവിക്കൽ സ്വദേശിയായ സഫുവാൻ എന്ന യുവാവിനെ 2 ഗ്രാം MDMAയുമായി പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് പിടികൂടിയിരുന്നു. ഇയാളുടെ ഫോൺ രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കീർത്തനയിലേക്ക് കാര്യങ്ങളെത്തിയത്. കീർത്തനയെ ചോദ്യം ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് മുഖ്യപ്രതിയായ കാവ്യയിലേക്കും അന്വേഷണം എത്തിയത്. SI ഷമീർ, ASIമാരായ സിജേഷ്, ഷീന, ഷീബ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. അതേസമയം കാവ്യയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തും. കാവ്യയെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കോളേജ് ഹോസ്റ്റലുകളിലേക്ക് കൊറിയർ വഴി കഞ്ചാവും രാസലഹരിയും എത്തിക്കുന്ന തൃശൂരിലെ ജിം ഉടമയും സഹായിയും അറസ്റ്റിലായി. ലഹരി വിൽപ്പനയ്ക്ക് ഇത് 5ാം തവണയാണ് ഇതേ ജിം ഉടമ പിടിയിലാകുന്നത്. തൃശൂർ കിഴക്കേക്കോട്ടയിലെ കൊറിയർ സ്ഥാപനം മുഖേന ലഹരി വിൽപ്പന വ്യാപകമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന് വിവരം കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. പടിഞ്ഞാറേക്കോട്ടയിലെ ഈ ലഹരി സ്ഥാപനത്തിലേക്ക് ലഹരി തേടി വിദ്യാർത്ഥികൾ എത്തുന്നത് പതിവായിരുന്നു. ഒപ്പം കൊറിയർ വഴിയും വിൽപ്പനയുണ്ടായിരുന്നു. വാട്സപ്പ് വഴിയാണ് ഓർഡറുകൾ സ്വീകരിച്ചത്. ആവശ്യക്കാർ നൽകുന്ന മേൽവിലാസത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവും MDMAയും ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകും. കേരളത്തിലെ വിവിധയിടങ്ങളിലെ ഹോസ്റ്റലുകളിലേക്കാണ് പ്രധാനമായി ഇയാൾ ലഹരി അയച്ചിരുന്നത്.